നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ പോർച്ചുഗൽ തകർപ്പൻ ജയമാണല്ലോ ഉസ്ബെക്കിസ്ഥാനെതിരെ നേടിയത്. എന്തൊരു പ്രകടനമാണ് അവരുടെ താരങ്ങൾ നടത്തിയത്. ക്രിസ്ത്യാനോ ഇരട്ട ഗോളുകളാണ് നേടിയത്. CR7 ബ്രേസ് കൂടാതെ റാഫേൽ ലിയാവൂക്കും ന്യൂനോ മെൻഡസിനും ഓരോ ഗോളുകൾ, ഒരു ഗോൾ ഓൺ ഗോളായിരുന്നു. ക്രിസ്ത്യാനോ പറഞ്ഞ പോലെ ഐ ആം ബാക്ക് എന്ന് ക്രിസ്ത്യാനോ പറയുന്ന പോലെ പോർച്ചുഗൽ ഈസ് ബാക്ക്. ടീം ഒന്നടങ്കം ഈ വേൾഡ് കപ്പിൽ കരുത്തോടെ തിരിച്ചു വന്ന കാഴ്ച. അപ്പോൾ നമ്മൾ ഈ മത്സരത്തിലെ ഒരു കണക്കെടുപ്പ്, താരങ്ങളുടെ പ്രകടനത്തിൻ്റെ പ്ലെയർ റേറ്റിങ്ങിലേക്കൊന്ന് പോവുകയാണ്. പോർച്ചുഗലിൻ്റെ മൊത്തം പ്രകടനത്തിന് നൽകുന്ന റേറ്റിംഗ് 7.39. അതേസമയം ഉസ്ബെക്കിൻ്റെ മൊത്തം പ്രകടനത്തിന് നൽകുന്ന റേറ്റിംഗ് 6.26. പോർച്ചുഗലിൻ്റെ താരങ്ങളുടെ റേറ്റിങ്ങിലേക്ക് പോയാൽ ഗോൾ കീപ്പർ ഡിയേഗോ കോസ്റ്റയുടെ റേറ്റിംഗ് 6.9. ഡിഫൻസിൽ ജാവോ കൻസേലോ മികച്ച പ്രകടനം നടത്തി. അദ്ദേഹത്തിൻ്റെ കിടിലൻ ഒരു ക്രോസാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആദ്യ ഗോളിന് വഴിവെച്ചത്. അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് 7.5. റൂബൻ ഡയസ് അദ്ദേഹത്തിൻ്റെ ജോബ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. 7.7 റേറ്റിംഗ്. റെനാറ്റോ വെയ്ഗയുടെ റേറ്റിംഗ് 7.2. ന്യൂനോ മെൻഡസ് ആണ് അടുത്ത ഡിഫൻഡർ. അദ്ദേഹം മനോഹരമായിട്ട് കളിച്ചു, ഒരു ഫ്രീ കിക്ക് ഗോൾ നേടി. അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് 8.9. മധ്യനിരയിൽ ജാവോ നവസ് റേറ്റിംഗ് 7.1. വിറ്റീഞ്ഞ റേറ്റിംഗ് 7.7. പിന്നെ ബ്രൂണോ ഫെർണാണ്ടസ് മുന്നേറ്റത്തെ സഹായിച്ചുകൊണ്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം ചടുലമായ നീക്കങ്ങൾ നടത്തി. ക്രിസ്ത്യാനോക്ക് ഗോളിന് അസിസ്റ്റ് കൊടുത്തു. റേറ്റിംഗ് 8.7. മുന്നേറ്റത്തിൽ പെഡ്രോ നെറ്റോ 7.2. ജാവോ ഫെലിക്സ് 6.7. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇരട്ട ഗോളുകളാണ് അദ്ദേഹത്തിൻ്റെ വക. ഫിഫ പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുത്തതും അദ്ദേഹത്തെയാണ്. മനോഹരമായിട്ട് തന്നെ താരം കളിച്ചിട്ടുണ്ട്, അത് പറയാതെ വയ്യ. 2 ഗോളുകൾ അദ്ദേഹം നേടി. ടോട്ടൽ 7 ഷോട്ടുകൾ അദ്ദേഹം ഉതിർത്തു. അതിൽ 5 ഓൺ ടാർഗറ്റിലേക്കായിരുന്നു. എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ റേറ്റിംഗ് 8.5. പോർച്ചുഗലിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് താരങ്ങളുടെ റേറ്റിങ്ങിലേക്ക് നമ്മൾ പോയാൽ നെൽസൺ സെമേഡോ 46-ാമത്തെ മിനിറ്റിൽ ജാവോ കൺസേലോക്ക് പകരം വന്നു. റേറ്റിംഗ് 6.7. പെഡ്രോ നെറ്റോയ്ക്ക് പകരം ഫ്രാൻസിസ്കോ ട്രിങ്കാവോയും 46-ാമത്തെ മിനിറ്റിൽ വന്നിരുന്നു. റേറ്റിംഗ് 7. ഫ്രാൻസിസ്കോ കോൺസിസാവോയുടെ റേറ്റിംഗ് 7. ട്രിങ്കാവോ ജാവോ ഫെലിക്സിന് പകരം വന്നു. അത് 63-ാമത്തെ മിനിറ്റിൽ. അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് 6.3. ജാവോ നവസിന് പകരം ബെർണാഡോ സിൽവ വന്നു. അത് കളിയുടെ 76-ാമത്തെ മിനിറ്റിൽ. 6.6 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. ദെൻ വിറ്റീഞ്ഞയ്ക്ക് പകരം റാഫേൽ ലിയാവോ കളിയുടെ 83-ാമത്തെ മിനിറ്റിൽ വന്നു. അദ്ദേഹം ഒരു ഗോൾ അടിച്ചു. അപ്പോൾ റേറ്റിംഗ് 7.5. ഏതായാലും കിടിലൻ പ്രകടനമാണ് പോർച്ചുഗൽ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് പറയാതെ വയ്യ. ഇനിയിപ്പോൾ ഒരു കളി കൂടി ഗ്രൂപ്പിൽ ബാക്കിയുണ്ട്. അത് കൊളംബിയക്കെതിരെയാണ്. എന്ത് തരം പെർഫോമൻസ് പുറത്തെടുക്കും പോർച്ചുഗൽ, കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.